ഇതിപ്പോൾ സൗകര്യമായി, വാതിൽ കുത്തിപ്പൊളിക്കേണ്ടി വന്നില്ല. യെസ്, വിചാരിച്ച പോലെ തന്നെ ആരോ അകത്ത് കയറിയിട്ടുണ്ട് ടെഡീനെ മോഷ്ടിക്കാൻ. അപ്പൊ നേരത്തെ വന്നതാര്? രണ്ട് കള്ളന്മാരും. നിക്കി പറഞ്ഞ പോലെ ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലൊരു മോഷണം നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കള്ളനെ കണ്ടാലും ആരും ബഹളം വെക്കരുത്, മിണ്ടാതെ കടന്നോണം. ചേച്ചി പറഞ്ഞോണ്ടാ ഞങ്ങൾ മിണ്ടാതെ കിടന്നത്. ആ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. പക്ഷേ കള്ളൻ ഒരാളല്ല, പിന്നെ അവര് രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടോ? ആർക്കത്? എന്നെ കൂടാതെ വേറെ ആരോ കൂടി ടെഡിനെ തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ പ്രൊഫഷണൽ കള്ളന്മാരല്ല ആയിരുന്നെങ്കിൽ ഇങ്ങനെ പേടിച്ചു ഓടൂലായിരുന്നു. എന്താടി എന്റെ മോഹൻ തെറ്റല്ലെങ്കിൽ ആ പോയ ബുള്ളറ്റിന്റെ സൗണ്ട് അത് കുട്ടിമാമയുടേതാണ്.
അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാ. അത് മാമൻ തന്നെ. അപ്പൊ ആ രണ്ടാമൻ അങ്ങനെ എന്തെങ്കിലും നോക്കാം. അമ്മ ഇങ്ങോട്ട് വാ, ഞങ്ങളിവിടെ ഉണ്ട്. എന്താ ഈ പറഞ്ഞ കാര്യം ചോദിച്ചായിരുന്നോ? ലിയനെ ബസ് കയറ്റി വിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ അവിടെ കയറിയായിരുന്നു. എന്നിട്ട് CCTV വിഷ്വൽസ് എന്തെങ്കിലും കാണാൻ പറ്റിയോ? ഭാഗ്യത്തിന് അവരുടെ മോൻ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കയ്യോടെ അത് ചെക്ക് ചെയ്തു. ആണോ? അടിപൊളി. എന്നിട്ട് ബുള്ളറ്റിന്റെ കാര്യം നിക്കി പറഞ്ഞ പോലെ തന്നെ കുട്ടിച്ചേട്ടന്റെ ആയിരുന്നു. രാത്രി 1:05 ചേട്ടൻ തിരിച്ചു പോകുന്ന വിഷ്വൽസ് അതിലുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വന്നത് 10 മണിക്കാണ്. അപ്പൊ അത്ര നേരം എവിടെ ഒളിച്ചിരിക്കായിരുന്നു മാമൻ? മാമൻ്റെത് വിട്, അത് നമുക്ക് ഏകദേശം അറിയായിരുന്നല്ലോ. പക്ഷേ മറ്റേ വണ്ടിയോ? ചേട്ടൻ പോകുന്നതിന്റെ 2 മിനിറ്റ് മുന്നേ 12:03 ഒരു നാനോ കാറ് ഇങ്ങോട്ട് വന്നത് 11:56. നാനോ കാർ? അതിപ്പോ ആരുടെയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? വഴിയുണ്ട്. വണ്ടി നമ്പറേ ഞാൻ ചേട്ടായുടെ ഫ്രണ്ട് അനൂപേട്ടന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏത്? ആ പോലീസിലുള്ള? ആ അത് തന്നെ. വണ്ടി ഓണറുടെ ഡീറ്റെയിൽസേ ചെക്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓക്കെ, അത് നന്നായി. മോളിത്തെ വാതിൽ വഴി അവരകത്ത് കയറിയത്. ഞങ്ങളെ നോക്കുമ്പോ അത് തുറന്നു കിടക്കായിരുന്നു. അത് ഇന്നലെ വന്നപ്പോ തുറന്നിട്ടതായിരിക്കും. അമ്മേടെ ഫോണല്ലേ ഇറങ്ങിയെന്നേ? ആ അത് സ്കൂട്ടിയിലാ. പക്ഷെ മാമനിതിപ്പോ തുറന്നിട്ടു. ആ തൽക്കാലം പോയി മൊബൈൽ നോക്കാം. ദേവുവിന്റെ ഫ്രണ്ടാണല്ലോ മിൻഷ. ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് ഇട്ടി കാണും. താ. ഹലോ, ഞാൻ തന്നെയാ, പറഞ്ഞോ. ആ കിട്ടിയോ? ആ ഓക്കെ, ഞാൻ നോക്കാം. ശരിയടി. പിന്നെ ഉപ്പാനോട് എൻ്റെ വക ഒരു താങ്ക്സ് പറഞ്ഞേക്കണേ. ആ ഓക്കെ ഓക്കെ. ഡീറ്റെയിൽസ് കിട്ടിയോ? ആ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന്. രംഗനാഥൻ സി, ഫ്ലാറ്റ് നമ്പർ 256, DFN അപ്പാർട്ട്മെന്റ്, PB നമ്പർ 85, മുംബൈ 6. രംഗനാഥനോ? ആരാത്? ചേട്ടന് മുംബൈയിലൊന്നും ഫ്രണ്ട്സ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പൊ പിന്നെ ഇതാരാന്ന് കണ്ടുപിടിക്കാൻ എന്താ ഒരു വഴി? വഴിയൊന്നുമില്ല. പിന്നെ ഒരു ഭാഗ്യപരീക്ഷണം നടത്തി നോക്കാം. എന്ത്? കാണിച്ചു തരാം. എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ അതിവിടെ കിട്ടും. കിട്ടിയാ നമുക്ക് അത് വഴി കയറിപ്പോവാം. ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ഇതേതോ സയൻസ് ഗവേഷണ കേന്ദ്രത്തിന്റെ ആണല്ലോ. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏലിയൻ റിസർച്ച്. ഏലിയൻ? അപ്പൊ കണക്ഷൻ ഉണ്ടല്ലോ ചേച്ചി. യെസ്, നല്ല കണക്ഷൻ ഉണ്ട്. റിസർച്ച് ടീമിൽ പെട്ട ആളായിരിക്കും ഈ രംഗനാഥൻ. ദാ പപ്പ വിളിക്കുന്നു. ഹലോ. ആ, നീ അനൂപിനോട് ഒരു കാറിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നു? ആ ചോദിച്ചായിരുന്നു. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഒരു ഡൗട്ട് തീർക്കാൻ. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് അവനിപ്പോ എന്നെ വിളിച്ചിരുന്നു. ഒരു അരമണിക്കൂറിനുള്ളിൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് എടുത്ത് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയ ഉടനെ ഒന്ന് അയക്കാൻ പറയണേ. ആ അത് പറഞ്ഞിട്ടുണ്ട്. ആ എന്നാ ശരി, ഓക്കെ. ആ ശരി. ഞാൻ വിചാരിച്ചു പപ്പ അറിഞ്ഞൂന്ന്. അറിഞ്ഞില്ല, പക്ഷെ അറിയും. ബാ അതോട്ട് പോവാം. അല്ലേ ചേച്ചി, നമ്മുടെ ടെഡീനെ എവിടെ ചേച്ചി ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ? അത് വെരി വെരി സേഫ് ആയിട്ടുള്ള സ്ഥലത്താ. ഡോണ്ട് വെറി. ഓ ഇപ്പൊ നമ്മളൊന്നും വിശ്വാസമില്ല. വിശ്വാസത്തിന്റെ അല്ല, പറയാൻ പേടിയായിട്ടാ. ഇവിടുത്തെ ചുമരിന് പോലും ചെവിയുണ്ട്.
നമസ്കാരം. നമസ്കാരം. ഇതാരാ, തിരുമേനിയോ? എന്താ പെട്ടെന്നൊരു വരവ്? ഇവിടെ അടുത്തൊരു ഹോമത്തിന് വന്നാണേ. തിരിച്ചു പോകുന്ന വഴിക്ക് ഈ വീട് കണ്ടത്. എന്നാ പിന്നെ ഒന്ന് കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു. സന്തോഷം. വരൂ, അകത്തോട്ടിരിക്കാം. വരൂ. അയ്യോ, എന്താ പറ്റി തിരുമേനി? ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു അന്യഗ്രഹ ആത്മാവിന്റെ സാന്നിധ്യം നാം ഇവിടെ കാണുന്നു. ഈ വീട്ടിൽ അതിന്റെ ആത്മാവുണ്ട്. ഇവിടം കത്തി ചാമ്പലാക്കിയിട്ട് അത് പോകൂ. തിരുമേനി പറഞ്ഞത് ശരിയാ, അങ്ങനെ ഒരു ആത്മാവ് ഇവിടെ ഉണ്ട്. ഭൂമിയിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത ആത്മാക്കളാണിവർ. ഇവർ വന്നാൽ ഈ ഭൂമി നശിക്കും, വരൾച്ചയുണ്ടാവും, മനുഷ്യർ ചത്തൊടുങ്ങും. പക്ഷേ ഞങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. ആയിരിക്കും, പക്ഷേ അത് താൽക്കാലികം മാത്രം. ഒരു മഹാനാശം വരുന്നതിന് മുമ്പുള്ള ശാന്തത മാത്രമാണത്. ഞങ്ങൾ എന്ത് ചെയ്യണം സ്വാമി? 30 ദിവസം അത് ഭൂമിയിൽ ഉണ്ടാവുന്ന ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങളതിനെ എന്നെ ഏൽപ്പിക്കുക, ഞാൻ അതിനെ നിഗ്രഹിക്കാം. ദേവോ, ഒന്നിങ്ങ് വന്നേ, ഒരു മിനിറ്റ്. സ്വാമി, ഈ ശത്രു സംഹാര പൂജയ്ക്ക് ഇപ്പം എന്താ റേറ്റ്? ഒന്നും ആലോചിക്കാനില്ല, കൊടുത്തേക്കാതിരെ. പക്ഷേ എനിക്കെന്തോ മിണ്ടരുത് നീ. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് എവിടെയൊന്ന് വെച്ചാൽ എടുത്തോണ്ട് വാ. പോയി എടുക്കാൻ. ഇവനാണ് അപ്പാ താരം. ഇവന്റെ കാര്യം ഇനി നാം ഏറ്റു. തിരുമേനി, ഇതിനെങ്ങനെ ഓപ്പൺ ആയിട്ട് കൊണ്ടുപോണത് അത്ര സേഫ് അല്ല. ഇന്നലെ രാത്രി 2 കള്ളന്മാര് വന്നതടക്കം ഒരുപാട് പേര് ഇതിന്റെ പിന്നാലുണ്ട്. സോ കുട്ടി ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നത് നന്നാവും. നന്നാവും. എന്നാ അത് ചെയ്യാ. അപ്പൊ ശരി, പിന്നെ കാണാം. ശരി സ്വാമി. ഇതുപോലത്തെ ഒരു നാനോയാണ് ഞാൻ CCTV-യിൽ കണ്ടത്. ഈ ടൈപ്പ് 10-12 നാനോ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ തേടി പോയി തീരുമാനം പറഞ്ഞാൽ വിഷമിക്കും. ഇനി ഹോംവർക്കൊക്കെ ഇതാ മാനുപമാമനാണ്. അനുപേട്ടൻ കാറിന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. ആണോ? വായിച്ചേ. KL 58E9719, ടാറ്റ നാനോ 2014. ഓണറിന്റെ നെയിം നോക്ക്. കള്ളിയൻകോട് മാർക്കണ്ടേയൻ, പാലക്കാട് ചിറ്റൂർ PO. കള്ളിയൻകോട് മാർക്കണ്ടേയനോ? ഇതാരാ? മാർക്കണ്ടേയൻ. അയ്യോ, മാർക്കണ്ടേയൻ സ്വാമി. ടാറ്റ നാനോ. KL 58E9719.
അയ്യോ